നമസ്കാരം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അത് PS പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ വരുത്തുവാൻ ശ്രമിക്കുന്നു. ആരാണെന്നറിയില്ല. അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസായി എത്തിയിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല. ആകെ ചെലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക 4.5 കോടിയും GSTയും എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകി എന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് എന്നാണ് PS പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം നടത്തിയും കൊള്ള, അതിനു മുൻപേ സ്വർണ്ണക്കൊള്ള നടത്തിയും കൊള്ള, അങ്ങനെ പൂർണ്ണമായും സർക്കാർ അയ്യപ്പനെ കൊള്ളയടിക്കുവാനാണ് ശ്രമം നടത്തിയത് എന്നിപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിനെ കൃത്യമായ രീതിയിൽ കൊള്ളയടിച്ചതാണിത്. പാവം KS ജയകുമാർ സാറിനെ കൂടി ഇതിനകത്ത് പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം നടത്തിയതുപോലെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം മന്ത്രി VN വാസവനൊന്നും അറിയുന്നില്ല, ഇത് ദേവസ്വം ബോർഡാണ് മറുപടി പറയേണ്ടതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇങ്ങനെ പലരും പല രീതിയിലാണ് ഈ കാര്യങ്ങളെയൊക്കെയും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? കാരണം സർക്കാർ പരിപാടി അല്ല എന്ന് VN വാസവന് പറയാൻ കഴിയില്ല. കാരണം 7 ഹർജികളാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ഈ അയ്യപ്പ സംഗമം പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജികൾ. അപ്പോൾ ഈ 7 ഹർജിക്ക് മറുപടിയായിട്ട് സർക്കാർ പറഞ്ഞത് ഇതൊരു സർക്കാർ പരിപാടിയാണ്, ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ പോലും എടുക്കില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രമേ പൈസ എടുത്തിട്ടുള്ളൂ, മറ്റ് ഒരു രീതിയിലുമുള്ള സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ പരിപാടി അല്ലെങ്കിൽ ഇവർ തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും ഹോട്ടൽ ബില്ല് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് വരുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നന്ദഗോവിന്ദൻ ഭജൻസ് ഇല്ലാത്ത ഭജനയുടെ പേരിൽ ഫണ്ട് തട്ടിക്കുന്നു. നന്ദഗോവിന്ദൻ ഭജൻസിനെ ഇവർ ആദ്യം പോയി കാണുന്നു, അവർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് വൈക്കം വിജയലക്ഷ്മിയെ കാണുന്നു, പിന്നീട് ഇഷാൻ ദേവിനെ കാണുന്നു. ഇഷാൻ ദേവിന് 8 ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ ഈ കാര്യം ചിലവാക്കിയിട്ടുണ്ട്. ഊരാളുങ്കലിന് ഇപ്പോഴും കാശ് കൊടുക്കാനുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ ഈ കാശ് കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നുണ്ട്. ഈ കാശ് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മീറ്റിംഗ്? വെറുതെയാണോ? ഇവർക്ക് വേറെ സമയമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനൊരു മീറ്റിംഗ് സർക്കാർ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത്? അപ്പോൾ ഇത് ഇവർക്ക് കൃത്യമായും കാശ് കൊടുക്കാനുണ്ട്. പക്ഷേ ഇതൊക്കെയും കളഞ്ഞ് കൈ കഴുകുകയാണ് സർക്കാർ. ദേവസ്വം ബോർഡിൽ നിന്ന് പോകുന്ന പോക്കിന് കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു പരിപാടി. ഇപ്പോൾ KS ജയകുമാർ സാറാണ് വട്ടം കറങ്ങുന്നത്. കാരണം 5 കോടി രൂപയിൽ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പദ്ധതി. അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ കുറേയധികം തലവേദനകളുണ്ട്. ഇവരൊന്നും തന്നെ മര്യാദയ്ക്ക് ഒരു പ്രോജക്റ്റും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇതിനെ പൂർണ്ണമായും കൈയൊഴിയുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നടത്തുന്ന ശ്രമം. എല്ലാ കാര്യത്തിലും സർക്കാർ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, പൂർണ്ണമായും ദേവസ്വം ബോർഡ് തന്നെ ഈ കാര്യം പറയേണ്ടിയിരിക്കുന്നു. ആര് പറയും ദേവസ്വം ബോർഡിൽ നിന്ന്? ദേവസ്വം ബോർഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറയേണ്ടതാണ്. കാരണം പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷേ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.